ഉള്ളിൽ പഞ്ഞി നിറച്ച തലയണ ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ വീട്ടിലെ തലയണയാണ്. ഇന്ന് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പം കണ്ട അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ സാധാരണ തലയണയുടെ മുകളിലെ കവറ് മാത്രം എടുത്താണ് വാഷ് ചെയ്യാറ്. തലയണയുടെ ഉള്ളിൽ എന്താണ്, എന്ത് അവസ്ഥയാണ് എന്നൊന്നും ആരും ഒരിക്കലും നോക്കാറില്ല. ഇതാണ് എൻ്റെ തലയണ. ഈ ഒരു തലയണ വാഷ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. ഈ ഒരു തലയണയുടെ കവറ് ഞാൻ എല്ലാ ആഴ്ചയിലും വാഷ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഒരു തലയണ ഞാൻ വെയിലത്തിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. പക്ഷേ കുറച്ച് കറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മളിപ്പം ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു തുണീൻ്റെ മുകളിലുള്ള കറകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതിപ്പം ഒരു 12 വർഷം പഴക്കമുള്ള തലയണയാണ്. ഞാൻ മുന്നേ ഒരു തലയണ വാഷ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം ഈ ഒരു തലയണ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ആ ഒരു ചൂടുവെള്ളം ഞാനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂടല്ല, അത്യാവശ്യം നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ വേണം. ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ 2 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ബേക്കിംഗ് സോഡ 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂണ് സോപ്പും പൊടിയാണ്. ഇത് രണ്ടും ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ തലാണ പൊതിർത്തി വെക്കുക കേട്ടോ. തലാണ അതിൽ മുക്കി വെക്കണം. ഇപ്പം ഞാനിതാ തലാണ ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നുണ്ട്. ആദ്യമൊന്നും ആ ഒരു വെള്ളത്തിൽ മുങ്ങി നിൽക്കില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കോലെടുത്തിട്ട് മെല്ലെ മെല്ലെ കുത്തിയിട്ട് ഇങ്ങനെ അതിൽ പൊതിർത്തി വെക്കുന്നുണ്ട്. കാരണം തിളച്ച വെള്ളമായതുകൊണ്ട് നമുക്ക് കൈയിട്ടിട്ട് ആ ഒരു തലാണ അതിൽ പൊതിർത്തി വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ആ ഒരു തലാണ ആ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ആവുന്ന ഒരു സമയത്ത് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ പൊതിർത്താൻ വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ മണിക്കൂറോളം ആ ഒരു വെള്ളത്തിൽ പൊതിർത്തി വെക്കുക കേട്ടോ. പൊതിർത്തി വെച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ കളറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം അത്യാവശ്യം പഴക്കമുള്ള ഒരു തലാണയാണ്. ആ ഒരു കവറിന് അവിടെയും ഇവിടെയും ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നോക്കാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതിപ്പോൾ എന്താ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം അഴുക്കുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രമാത്രം അഴുക്ക് ആ ഒരു തലയണയിലുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പം അലക്കുകല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് ഇട്ട് അലക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അലക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡയും സോപ്പും പൊടി ഇട്ട് പൊതിർത്തി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പൊതിർത്തി ആ ഒരു ചൂട് തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കാം. ഇനി അതല്ല, നിങ്ങൾ നോർമലി നമ്മൾ സാധാ ഡ്രസ്സ് അലക്കുന്നത് പോലെ സോപ്പും പൊടിയും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇട്ട് അലക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയും കൂടി നിങ്ങൾക്ക് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിത് ആ കല്ലുമ്മലൊക്കെ എടുത്ത് അലക്കി. പക്ഷേ നമ്മൾ അലക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ആ ഒരു തുണി ദ്രവിച്ചതാണ്. ഞാൻ മുന്നേ പറഞ്ഞു ഒരു 10-12 വർഷം പോലെ ഈ ഒരു തലാണയ്ക്ക് പഴക്കമുണ്ട്. ഇതുവരെ നമ്മൾ ഈ ഒരു തലാണ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തലാണ വാഷ് ചെയ്യുന്നത്. ഇതിനകത്തെ പഞ്ഞി കണ്ടോ, നമ്മൾ ഇതിനകത്ത് നിറച്ച പഞ്ഞിക്ക് വൈറ്റ് കളറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പഞ്ഞിയുടെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്തായാലും ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ തലയണ, അതായത് ഈ കവറൊക്കെ പോയ ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്ത് കളയുന്നതിന് പകരം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതായത് അതിൻ്റെ കവറൊക്കെ കീറി കളഞ്ഞതിന് ശേഷം ആ ഒരു പഞ്ഞി ഉണ്ടല്ലോ, കോട്ടൺ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാവുന്നതാണ്. എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വീണ്ടും വേറൊരു കവർ അടിച്ച് അതിൽ പഞ്ഞി നിറച്ചിട്ട് വീണ്ടും നമുക്ക് തലാണയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു തലാണേനകത്തുള്ള ഒരു പഞ്ഞി ഉണ്ടല്ലോ, ഇങ്ങനെ കളർ പിടിച്ചെന്ന് വിചാരിച്ച് അത് ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരുവിധം എല്ലാ വീടുകളിലെയും തലയണയുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും. നമ്മൾ സാധാരണ കവർ മാത്രമാണ് വാഷ് ചെയ്യാറ്, തലയണയൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ പഞ്ഞിയൊക്കെ മാറ്റിയിട്ട്, ഒരുപാട് വർഷമൊക്കെ പഴക്കമുള്ള തലയണയാണെങ്കിൽ പഞ്ഞിയൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് വേറൊരു കവറൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തലയണയുടെ ഒരു പഞ്ഞിയുടെ അവസ്ഥ. കണ്ടില്ലേ, നല്ല വൈറ്റ് കളറിലുള്ള പഞ്ഞിയായിരുന്നു കണ്ടോ. അത്രമാത്രം അഴുക്ക് ആ ഒരു പഞ്ഞിയിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പൊതിർത്തിയത് കൊണ്ട് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്കിത് ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ബക്കറ്റിലേക്ക് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബക്കറ്റ് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പഞ്ഞി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പഞ്ഞിയിലേക്ക് ഒരു ചെമ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ കാണുന്ന നെറ്റില്ലേ, ഇത് നമുക്ക് കടകളിൽ സാധാരണ
സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ കിട്ടും. ഈ ഒരു നെറ്റിലേക്ക് ഞാൻ ആ ഒരു പഞ്ഞി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാനും അതുപോലെ ഉണങ്ങാനുള്ള ഒരു എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഈ ഒരു പഞ്ഞി ഞാൻ ഈ ഒരു നെറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക. അതെല്ലാം കടകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ നെറ്റുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോട്ടോ. ഈ നെറ്റിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഈ നെറ്റ് കൊണ്ടുള്ള ഉപയോഗങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നെറ്റിലേക്ക് പഞ്ഞി ഇട്ട് കൊടുത്തതിന് ശേഷം ആ നെറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്, ആ പഞ്ഞി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് കുത്തി അലക്കി കൊടുക്കുക കേട്ടോ. ഇനി നെറ്റ് സഞ്ചി കയ്യിലില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള മുണ്ടോ അല്ലെങ്കിൽ ഷോളോ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ അലക്കിയെടുക്കാവുന്നതാണ്. ഈ നെറ്റ് സഞ്ചിയിൽ ഇട്ട പഞ്ഞി നന്നായിട്ട് അലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റ് സഞ്ചിയിൽ ഇട്ടാലുള്ള ഗുണം ഇതാണ്. പഞ്ഞി ഇങ്ങനെ ഇട്ടാൽ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകും. എന്നിട്ട് മതിലിൻ്റെ മുകളിൽ ഞാനൊരു കമ്പി അടിച്ചിട്ട് ആ ഒരു നെറ്റ് അതിൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു വെയിൽ കൊള്ളുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് വാർന്നു പോകട്ടോ. നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നിങ്ങൾ വാഷിംഗ് മെഷീനുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു നെറ്റ് സഞ്ചി നന്നായിട്ട് വട്ടത്തിൽ കെട്ടിയിട്ട് ഒരു മുണ്ടിൽ ഇട്ടിട്ട് കെട്ടിയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഉണക്കിയെടുക്കാം. ഇനി വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു കമ്പീൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കമ്പിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് പോയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം നന്നായിട്ട് പോകും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടും. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയി ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിലത്തിടണം. അത്യാവശ്യം നനവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും വെയിലത്ത് 2 ദിവസം ഇട്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി 2 ദിവസം ഇത് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കണം. മുറ്റത്തുനിന്ന് മണ്ണ് പറ്റുന്നതിന് ഞാനൊരു മുണ്ട് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വിരിച്ചിട്ടത്. ഏകദേശം 2 ദിവസം കഴിഞ്ഞു. നമ്മുടെ കോട്ടനൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ നെറ്റെന്നെടുത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾ നെറ്റോടെ തന്നെ വിരിച്ചിടുക. എന്താണെന്ന് വെച്ചാൽ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇത് പാറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഉണങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ വെയിറ്റ് കുറയല്ലോ. നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടുന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് ചൂടുവെള്ളവും അതുപോലെ ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയത് കൊണ്ട് എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പഞ്ഞി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് കളറും വെച്ചിട്ടുണ്ട്. നമ്മൾ അലക്കുമ്പോൾ കണ്ട ആ ഒരു പഞ്ഞിയാണെന്ന് ആരും പറയില്ല കേട്ടോ. ഇനി തലാണയ്ക്ക് ഒരു കവർ അടിച്ചതിന് ശേഷം ഈ ഒരു പഞ്ഞി അതിൽ നിറച്ചാൽ നമ്മുടെ തലാണ റെഡിയായി. ഞാനിവിടെ ചെറിയൊരു കർട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. മുന്നേ കോട്ടൺ ആയിരുന്നു. അപ്പം കോട്ടൺ വേണ്ട, ഈ ഒരു പീസ് മതി. ഇതാകുമ്പോൾ നമുക്ക് ഇനി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് അലക്കാലോ. അതുമാത്രമല്ല ഇനി തലയണ കവറിൽ പെട്ടെന്ന് അഴുക്കായാൽ നമുക്ക് വേഗം കാണാനും കഴിയും, എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് തന്നെ സെലക്ട് ചെയ്തത്. ഈ ഒരു ക്ലോത്തിൻ്റെ 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉന്നം നിറയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൂടെ ഉന്നം നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ മെഷീനുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് ഒരേ തലയണ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ഒരിക്കൽ പോലും നിങ്ങൾ ആ ഒരു തലയണ തുറന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. ഇനിയും ഇതുപോലെയുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറക്കരുതേ. ഓക്കെ, ബായ്.